റോഡിൽ കൊടിയും തോരണങ്ങളും വെച്ചതിനെ കുറിച്ച് ഇന്നലെ വലിയ രൂക്ഷ വിമർശനമാണല്ലോ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് അതൊരു നിയമമന്ത്രി എന്ന നിലയ്ക്ക് താങ്കൾ? അല്ല, ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രചരണങ്ങൾ ആവശ്യമായിട്ട് വരും. അതിപ്പോൾ അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്ന് അറിയില്ല. എല്ലായിടത്തും എറണാകുളത്ത് തന്നെ ഇപ്പോൾ പല പരിപാടികളിലും നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര, അതുപോലെ തന്നെ മറ്റു പല പരിപാടികളെല്ലാം തന്നെ ഇതിനകത്ത് വരാറുണ്ട്. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്നറിയില്ല. എന്തായാലും ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ സംവിധാനങ്ങളാകാം, സാമൂഹിക സംഘടനകളാകാം, അവർക്കെല്ലാം തന്നെ ആശയപ്രചരണത്തിന് ഇടങ്ങളുണ്ടാകണം. അത് നിയമാനുസൃതമായിട്ടുള്ള സംവിധാനങ്ങൾ ആവശ്യമാണെങ്കിൽ അതിനെക്കുറിച്ചും സർക്കാർ ആലോചിക്കും. ഇതിപ്പോൾ LDF തന്നെ ഭരിക്കുന്ന കൊല്ലം കോർപ്പറേഷൻ ഇപ്പോൾ 3.5 ലക്ഷം രൂപ പിഴയിട്ടിരിക്കുകയാണ് സംഘാടക സമിതി. അല്ല, അതെല്ലാം കോടതികളുടെ ഒരു നിർദ്ദേശം വരുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നു. പിന്നെ അതിനാവശ്യമായ അഭിപ്രായ സ്വാതന്ത്ര്യം ശരിയായ രൂപത്തിൽ പ്രകടിപ്പിക്കുന്നതിന് ഉചിതമായ നിയമങ്ങൾ നാട്ടിൽ ആവശ്യമാണെങ്കിൽ അത്തരം നിയമനിർമ്മാണങ്ങളെക്കുറിച്ചും സർക്കാർ ആലോചിക്കും. അതായത് ഈ കോടതിയുടെ വിധിയെ മറികടക്കാൻ പറ്റുന്ന നിയമ സംവിധാനങ്ങളെ എന്ന് ഞാൻ പറഞ്ഞില്ല. ജനാധിപത്യ സംവിധാനത്തിൽ ഇപ്പോൾ പൊങ്കാല ഉത്സവം നടക്കുന്നു, അല്ലെങ്കിൽ വേറെ ഒന്ന് നടക്കുന്നു, അവിടെയെല്ലാം പല തരത്തിലുള്ള പ്രചാരവേലകൾ വരും. മറ്റ് ആഘോഷങ്ങൾ നടക്കുന്നു, അവിടെയും പ്രചാരവേലകൾ ആവശ്യമായിട്ട് വരും. രാഷ്ട്രീയ സംവിധാനങ്ങൾ, സാമൂഹിക സംഘടനകൾ, അവർക്കെല്ലാം വേണ്ടി വരും. അങ്ങനെ വേണ്ടി വരുമ്പോൾ നിയമാനുസൃതമായി എന്തൊക്കെ കഴിയും എന്നുള്ള കാര്യം പ്രത്യേകം തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ടും ഒരു തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും പ്രകടനങ്ങളും പാടില്ല എന്ന ഒരു നിലപാട് ജനാധിപത്യ ഭരണഘടനാ സംവിധാനത്തിനകത്ത് ആലോചിക്കാൻ കഴിയില്ല. എന്നാൽ അവയെല്ലാം നിയമാനുസൃതമായിരിക്കണം. പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഉചിതമായ രൂപത്തിലുള്ള കാര്യങ്ങൾ സർക്കാർ ആലോചിക്കും. ഈ ഒരു പുതിയ വികസന നയരേഖ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? പാർട്ടി സമ്മേളനം പ്രധാനമായിട്ടും രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ, ഭാവിയിൽ എങ്ങനെ കേരളം മുന്നോട്ട് പോകണം, ഇതാണ് ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സമ്മേളനം ഒരു നവകേരള രേഖ അംഗീകരിച്ചിരുന്നു. അതിൻ്റെ പ്രയോഗ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി എങ്ങനെ കൂടുതൽ മുന്നോട്ട് പോകണം, അതാണ് സമ്മേളനം ചർച്ച ചെയ്യുന്നത്. ചർച്ചകൾക്ക് ശേഷം മാത്രമാണ് അവസാന രൂപമാവുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് ഏത് ദിശയിലാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന പാർട്ടി നിലപാട് യോജിപ്പോടുകൂടി പുറത്തേക്ക് വരികയാണ്. അതൊരു LDF നിലപാട് തന്നെയായി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? സാധാരണ കഴിഞ്ഞ തവണ രേഖ അംഗീകരിച്ചു. ആ രേഖ LDFൽ വയ്ക്കും. അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിശോധിക്കും. ആ അഭിപ്രായങ്ങളെ കൂടി അടിസ്ഥാനപ്പെടുത്തി ഉചിതമായ രൂപത്തിലുള്ള പൊതുധാരണയിലേക്ക് എത്തും. അത് ചിലപ്പോൾ ചില അഭിപ്രായങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കും. അതെല്ലാം ചർച്ച ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ മുന്നണി തീരുമാനമെടുക്കുന്നത്.